പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം അവധി വരുന്നു. ആർക്കെല്ലാമാണ് അവധി ലഭിക്കുക എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ജൂലൈ 8 തിങ്കൾ സമസ്ത കേരള ഇസ്ലാം മതവിശ്വാസ ബോർഡിന് കീഴിലുള്ള മദ്രസകൾക്കും ഓഫീസുകൾക്കും അവധിയായിരിക്കുമെന്ന് സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് ജനറൽ മാനേജർ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 8 ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായ സൂചനാ പണിമുടക്കും 22 മുതൽ അനിശ്ചിതകാല സമരവും നടത്താൻ ബസ് ഉടമകളുടെ സംഘടനകളുടെ കൂട്ടായ്മ തീരുമാനിച്ചു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അന്നേ ദിവസം പ്രൈവറ്റ് ബസ്സുകൾ നിരത്തിൽ ഇറങ്ങാത്തതുമൂലം കൂടുതൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നതാണ്. എന്നിരുന്നാലും മറ്റു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ KSRTC ബസ് ആശ്രയിക്കുന്നത് മൂലം വൻ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ബസ്സിൽ യാത്ര ചെയ്ത് സ്കൂളിലും കോളേജിലും പോകുന്ന വിദ്യാർത്ഥികൾ ലീവ് എടുക്കുന്നതായിരിക്കും നല്ലത്. 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളും വിവിധ മേഖലാ അസോസിയേഷനുകളും ഫെഡറേഷനുകളും ഉൾപ്പെട്ട സംയുക്ത വേദി ജൂലൈ 9 ബുധനാഴ്ച ആഹ്വാനം ചെയ്ത ദേശീയ പൊതുപണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇടതു സംഘടനകളും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സാധാരണ ജനങ്ങളുടെയും ജീവിതത്തെ ബാധിക്കുന്ന ഒട്ടനവധിയായ ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആയതിനാൽ എല്ലാ ജനവിഭാഗങ്ങളും പൊതു പണിമുടക്കിന് പിന്തുണയുമായി രംഗത്തു വരണമെന്ന് പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു. വാണിജ്യ, വ്യാപാര, വ്യവസായ മേഖലകൾ കൂടാതെ കേന്ദ്ര, സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ബാങ്ക്, ഇൻഷുറൻസ്, തപാൽ, ടെലികോം തുടങ്ങിയ മേഖലകളിലെ ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കും. പാൽ, പത്രം തുടങ്ങിയ അവശ്യ സേവനങ്ങളെ പണിമുടക്ക് ബാധിക്കില്ല എന്നും സംയുക്ത സമരസമിതി അറിയിച്ചു. ആയതിനാൽ സ്കൂളുകൾക്കും ബുധനാഴ്ച അവധിയായിരിക്കും. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതിനായി സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.